അയക്കും. പെട്ടെന്ന് തന്നെ 4 പേരും വിസ അടിപ്പിച്ചോണം. അമേരിക്കയിൽ 15 രാത്രിയും 14 പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ. അല്ലൂടി എന്താടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഫീല് വരുന്നില്ലല്ലോ? അല്ല, അമേരിക്ക കുറഞ്ഞു പോയോ? എന്നാ പറ, ആർട്ടിക്ക അന്റാർട്ടിക്ക പറഞ്ഞോളൂ. അതെ, ഞാനൊരു വൈൻ ഓർഡർ ചെയ്യുക, കൂടുന്നവർക്ക് കൂടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല, ആരുടെ ഉപദേശം കേൾക്കത്തുമില്ല. ഇച്ചായ വേണ്ട, ഇച്ചായനൊറ്റയ്ക്ക് വൈനൊക്കെ തന്നെ, പക്ഷെ ഇതില്ലാതെ ഇച്ചായന് പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്. കണ്ടോ, ഇതാണ് രക്തബന്ധത്തിന്റെ ഒരു കെയർ. വേണ്ട, എന്റെ പെങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചങ്ക് തകരുന്ന വേദനയോട് ഇന്നത്തേക്ക് ക്യാൻസൽ. എന്താ അണ്ണാ, നമ്മളൊക്കെ അറിയുന്നവരല്ലേ, ഇച്ചായം കഴിച്ചോട്ടെ. ഇച്ചായങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കണ്ട. അളിയന് ഞാൻ ഒരു കമ്പനി കൊടുക്കാൻ പോവാ, ഒരു റെഡ് വൈൻ. എനിക്കൊരു വൈറ്റ് വൈൻ. കഴിക്കില്ല എന്നില്ല പ്രിയ പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ ഞങ്ങളെ പറ്റിക്കാൻ? അതുകൊണ്ടൊക്കെ ഇതിവിടെ വേണ്ടാന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. തോന്നുമ്പോ പറയാ, തോന്നുമ്പോ പിൻവലിക്കുക. ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണം എന്നാണോ? അതെ, ഇനി ഞാനൊരു ലോക തത്വം പറയാം. ഈ ഫുഡ് അധിക നേരം ഇരുന്നാൽ തണുത്തു പോകും, അതുകൊണ്ട് ഇതങ്ങോട്ട് കഴിക്കുക. സോ ജെറിയൻ മാധവ് സൈനിങ് ഓഫ് ഫ്രം ഹലോ നമസ്തേ. നാളെ നമുക്ക് വീണ്ടും ഹലോ നമസ്തേയിൽ കേൾക്കാം. എന്താടാ എന്തു പറ്റി? എന്തൊരു മിസ്സിംഗ് പോലെ? ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഷോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, വല്ലാതെ മെക്കാനിക്കലായിട്ട് അങ്ങ് ചെയ്ത പോലെ. ഏയ് അത് സാറിന് തോന്നിയതായിരിക്കും. ഒരു മിനിറ്റ്. ശരി. ഇന്നിനി എന്താണാവോ? അന്നാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ പ്രിയ? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. അട്ടയും പുഴുവും ഛർദിക്കാൻ വരുന്നത്. ഏയ് പ്രിയ, അതിനിങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നോ ഈ പ്ലാവ്? ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞു തന്നെ ആയിരുന്നല്ലോ. ന്യായം ഒന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. എന്ത് പറയാ? എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ മുറിക്കേണ്ടതല്ലായിരുന്നു? അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ഇതിനൊരു സൊല്യൂഷൻ കാണും. എടാ നിനക്കറിയാവുന്നല്ലേ, ഞാൻ വിളിച്ചല്ലേ, ആളെ കിട്ടണ്ടേ? ചേട്ടാ, ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാട്? ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികളില്ലേ? എന്താ നിങ്ങൾ ഒരു ബംഗാളി വിളിച്ചോണ്ടോ? എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ചു പോകും. ഇവിടെ ആയതുകൊണ്ട് ഇത്രയും ചെയ്തോളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവാരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിന്ന് രാത്രി തന്നെ ആളെ വിളിക്കും, ഈ കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യണ്ടേ. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. ഉലകിൽ കാരണമില്ല പലവിധ കലഹം പതിവല്ലേ. ഒരുപാടടുപ്പമോടിരുന്നാൽ അതും ഒരു മടുപ്പായി തീരല്ലേ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക?
സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ വേണ്ട? ഒരു കോഫി വേണം. കോഫി. ചക്കപ്പഴത്തിന് മണമുണ്ടോ? ഒരു കോഫി തരാം. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല. കോഫി അല്ലേ? ആ. അപ്പൊ എനിക്കൊരു ചായ. ആ. എടാ എന്നാ. ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാ പോരെ? ഇത്രയേ ഉള്ളൂ. മതി മതി. എന്താണ് ബൈ? മാധവ് ഡാ, ഇച്ചായം വന്ന് വിളിച്ചു, ഞങ്ങൾ പോയി. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് ഇഷ്യൂ ആക്കി? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. എടാ പ്രിയ ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത്. അന്നേം ഡീൽ ചെയ്തത് വളരെ ഇമ്മച്ചോടായിട്ട് എനിക്ക് തോന്നിയത്. ഓഹോ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. ആ പ്ലാവ് ഞാനും മുറിച്ചേക്കാം, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. അതല്ല മാധവ് നല്ലത്. അത് മുറിക്കണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. തത്വമൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ. അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ പഠിക്കുള്ളൂ. ആ ആയിക്കോട്ടെ, ഏതായാലും രണ്ടല്ലേ പറ്റിയുള്ള തർക്കം വേണ്ട, അതങ്ങ് മുറിച്ചേക്കാം. ആ ദേ നിങ്ങൾ രണ്ടാളും ജയമോ സാറെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. സർ ആ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കാം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സാർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് പറയും തേങ്ങപ്പഴം. ആ ഞാൻ എന്റെ സ്പോൺസർ പറയുന്നതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സാർ ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സാർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി അവതരിക്കാനല്ലേ പറഞ്ഞത്. ചെല്ല് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. ചെല്ല്. മധുരം കട്ട. സാറിന് ചക്കയുടെ മണം കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടി. എനിക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല ചക്കയ്ക്ക്. ചക്കയ്ക്ക് പോ. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോയായ ഹലോ FM-ന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, Your most favorite RJ മാധവ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്.